മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത് പോലീസ്. സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപിന്റെ പരാതിയിൽ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് നടപടിയെടുത്തത്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് സന്ദീപിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അരുൺ രാജേന്ദ്രൻ അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരുടെ ഓരോ തുള്ളിച്ചോരയ്ക്കും കണക്ക് ചോദിക്കുമെന്നായിരുന്നു സന്ദീപിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടുള്ള അരുണിന്റെ പോസ്റ്റ്. തൃശൂർ ജില്ലയിലെ സ്കൂളുകൾ, കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അവധി പ്രഖ്യാപിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഏപ്രിൽ 23, 24 തീയതികളിൽ ഉഷ്ണതരംഗ സാധ്യതയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് തീരുമാനം. ജില്ലയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യത മുന്നറിയിപ്പുള്ളതിനാലാണ് അവധി പ്രഖ്യാപിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഓൺലൈനായി ക്ലാസുകൾ നടത്താവുന്നതാണ്. സർവകലാശാലകൾ, ബോർഡുകൾ സംസ്ഥാന സർക്കാർ ഇതിനകം അറിയിച്ചിട്ടുള്ളതും ഷെഡ്യൂൾ ചെയ്ത പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിന്റെ മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. അതീവ സുരക്ഷാ മേഖലയിലൂടെ ഹെലികോപ്റ്റർ എത്തിയതിനെപ്പറ്റി പമ്പ പോലീസിന് അറിവുണ്ടായിരുന്നില്ല. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP S. ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്ററാണ് ശബരിമലയ്ക്ക് മുകളിലൂടെ പറന്നത്. താഴ്ന്നു പറന്നത് സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാലാണെന്ന് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ വിശദീകരിച്ചു. തൃശൂരിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം. വീട്ടിനുള്ളിൽ ഇന്നലെ മാത്രം കണ്ടെത്തിയത് 2 പാമ്പുകളെ. ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത്. ഇന്നലെ മാത്രം 2 പാമ്പുകളെയാണ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. 5 പാമ്പിനെയാണ് ഇതുവരെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെയാണ് കണ്ടെത്തിയത്. ഉറക്കത്തിനിടെയാണ് 8 വയസ്സുകാരനായ ആൽജോ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ആൽജോയുടെ സഹോദരൻ അനോഷിനും പാമ്പ് കടിയേറ്റിരുന്നു. അനോഷിന്റെ ആരോഗ്യനിലയിൽ ശുഭകരമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. കുട്ടിയെ നിലവിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നാലെ അനോഷ് മാതാപിതാക്കളോട് സംസാരിക്കുകയും ചെയ്തു. കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടാക്കടയിൽ യുവാവിനെ താക്കോൽ കൊണ്ട് കുത്തിക്കൊന്ന സംഭവം. ഒരാൾ കസ്റ്റഡിയിൽ. പനയങ്കോട് സ്വദേശി രാഹുലിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ബൈക്ക് വിൽപ്പനയുമായി ബന്ധപ്പെട്ട മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. കാട്ടാക്കട എള്ളുവിള സ്വദേശി രാഹുലാണ് ഇന്നലെ രാത്രി 11 മണിയോടെ കാട്ടാക്കട കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപത്തുണ്ടായ തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. രാഹുലും പ്രതിയുമായി വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു.